അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു കുട്ടി ടോപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിലും ആദ്യം മുതലേ ഉള്ളവർക്ക് അറിയായിരിക്കും, ഇത് മുന്നേ തയ്ച്ചിട്ടുള്ള ഒരു ടോപ്പാണ്. ഫ്ലവർ സ്ലീവൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ടോപ്പാണ്. അതുപോലെ തന്നെ കോളർ വെച്ചിട്ടുണ്ട്, ബാക്ക് ഓപ്പൺ ആയിട്ടാണ്. അതുപോലെ തന്നെ ഇതാ നോക്കി, കോളറിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഹോളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ കുട്ടിക്ക് വേണ്ടി, അതായത് ഒരു 3 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ഒരു അളവിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടിഷ്യൂ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് ലൈനിങ് ക്ലോത്തും ഉണ്ട് കേട്ടോ. ലൈനിങ് ക്ലോത്ത് സാധാരണ മെറ്റീരിയലാണ്, അതായത് ഈ 2x1 മെറ്റീരിയൽ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം നോക്കിയാൽ അതിനേക്കാളും ഒരു 1.5 ഇഞ്ച് കൂടുതലായിട്ട് ഞാൻ ലൈനിങ് മുറിച്ചെടുത്തിട്ടുണ്ട്. ലൈനിങ് ക്ലോത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ 2ആക്കി മടക്കിയിട്ടായിരിക്കും കിട്ടുക. അതിനൊന്നുകൂടെ മടക്കിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്യണം കേട്ടോ. ആ മടക്ക് ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്യണത്. അതായത് ലെങ്ത്ത് 12 ഇഞ്ചാണ് വേണ്ടത്, ഞാൻ 13.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. സാരി ബ്ലൗസായിട്ടൊക്കെ ഈ ഒരു മോഡൽ സ്ലീവൊക്കെ വെക്കാം കേട്ടോ, നല്ല ഭംഗിയാണ്. ഇപ്പോൾ എല്ലാവരും പല മോഡൽ വെക്കണുണ്ടല്ലോ. അപ്പോൾ അതാ നോക്കി, ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്, കൈക്കുഴി മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ കുറച്ചൊന്ന് കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. കോളർ ആകുമ്പോഴുണ്ടല്ലോ കയറി നിൽക്കരുത്, അതിന് വേണ്ടി ഷോൾഡർ എടുക്കുന്നതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെസ്റ്റ് അളവ് നമ്മൾ സാധാരണ എടുക്കണ പോലെ തന്നെ ചെസ്റ്റ് അളവ് എടുത്തിട്ട് അതിനെ 4 ആഡ് ചെയ്ത് 4 വെച്ച് ഡിവൈഡ് ചെയ്ത് ഇതാ ഇവിടെ മാർക്ക് ചെയ്ത്, അതുപോലെ തന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇതാ കൈക്കുഴി, കൈ ഇല്ലാണ്ട് വേണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം. ഇതിപ്പോൾ നമ്മളൊരു ചെറിയൊരു ഫ്ലവർ സ്ലീവ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേസ്റ്റ് കുഞ്ഞു കുട്ടികൾക്കാകുമ്പോൾ ഒരുപാട് ഷേപ്പൊന്നും ഉണ്ടാവില്ല, വലിയ ആളുകൾക്കുള്ള വ്യത്യാസം ഉണ്ടാവില്ലല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അതായത് ബെസ്റ്റ് ഇല്ലല്ലോ അവർക്ക്, അപ്പോൾ അതിൻ്റേതായ ഒരു പോരായ്മ. നമ്മളിങ്ങനെ ഡ്രസ്സുകൾ കാണുമ്പോൾ തോന്നും ഷേപ്പില്ലേന്ന്, പക്ഷേ കുട്ടികൾക്ക് ഇടുമ്പോൾ നല്ല ഷേപ്പിലൊക്കെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ചെസ്റ്റിനേക്കാളും ഒരു വേസ്റ്റ് എന്ന് പറയുമ്പോൾ 1 ഇഞ്ചിൻ്റെയോ 1/2 ഇഞ്ചിൻ്റെയോ ഒക്കെ വ്യത്യാസം കാണുള്ളൂ. അപ്പോൾ ചെസ്റ്റ് അളവിനേക്കാളും 1 ഇഞ്ച് കൂടുതലായിട്ട് എൻഡ് ഭാഗത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എൻഡ് ഭാഗം നമുക്ക് അളവെടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് ഇതൊക്കെ ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചൊക്കെ എടുക്കുന്നുണ്ട്. ഇത്രയും മതി നമുക്ക്, ഒരു 1/2 മീറ്റർ പോലും വേണ്ട ഒരു കുട്ടി ടോപ്പ് തയ്ക്കാനായിട്ട് മെറ്റീരിയൽ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുത്തേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടണം ഫ്രണ്ട് പോർഷനിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ കൈക്കുഴി ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടണേ കേട്ടോ. ഇനി ഇതേ അളവിൽ നല്ല പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ലൈനിങ് നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് തയ്ക്കാനാണെങ്കിലും ലൈനിങ് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കാം. അതിൽ വെച്ചിട്ട് നല്ല പീസ് നമുക്ക്, അപ്പോൾ നമുക്ക് ഉണ്ടല്ലോ ഡിസൈനൊക്കെ നോക്കി വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ തുണി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, കുറച്ച് തുണി ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബ്ലൗസ് അടിക്കുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ലൈനിങ് എല്ലാം ഞാൻ അറ്റാച്ച് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ കാണിക്കണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാനതൊക്കെ ചെയ്തതിന് ശേഷം കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് കോളർ വെക്കാനുള്ളതാണ്. അപ്പോൾ കോളർ വെട്ടാനായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു 2.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിന് എന്നല്ല, നമ്മൾ എത്രയാണോ കഴുത്തിൻ്റെ അകലം കൊടുക്കണമെന്ന് നോക്കുക. സാധാരണ കൊടുക്കണം, ഇപ്പോൾ 3 ഇഞ്ചാണെങ്കിൽ അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് 2.5 ഇഞ്ച് കൊടുത്താൽ മതി കോളർ വെക്കാനായിട്ടോ. അപ്പോൾ ഇറക്കം ഒരുപാട് ഇറങ്ങി കൊടുക്കരുത്, ഒരു 2 ഇഞ്ചൊക്കെ കഴുത്തിന് ഇറക്കം കൊടുത്താൽ മതി. ഒരുപാട് ഇറങ്ങി കിടന്നിട്ടുണ്ടെങ്കിൽ കോളർ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ കാണാനായിട്ട്. പിന്നെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ സാധാരണ കഴുത്തിന് അകലം എടുക്കണം എങ്ങനെയാണ്, അതിൻ്റെ 1/2 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് കോളർ വെക്കുമ്പോൾ നമ്മൾ കഴുത്തിന് അകലം കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഇറക്കം ഒരുപാട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇറക്കി അങ്ങോട്ട് എടുക്കരുത്. ഇതുപോലെ റൗണ്ട് കോളറൊക്കെ ആകുമ്പോഴേ ഒരുപാട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ക്യാൻവാസിലും റെഡിയാക്കി എടുക്കാം കണ്ടോ. ബാക്ക് നെക്കാണ് കേട്ടോ ഞാൻ ഈ കട്ട് ചെയ്യണത്. ബാക്ക് നെക്ക് നമ്മളൊരു ഹോള് കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്യണത്. അതിനുശേഷം ഇത് വെച്ച് കഴിഞ്ഞിട്ട് കോളർ നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഇതാ ബാക്കിൽ ഒരു ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗിയാട്ടോ. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്ക്കും, അതിൽ വലിയ ആളുകൾക്കാണെങ്കിലും ഇങ്ങനെ ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ ഇതേപോലെയൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. കുറച്ചൊന്ന് ഇറങ്ങിയൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. ഫ്രണ്ട് നെക്കിലൊക്കെ നമ്മൾ ചെയ്യാറില്ലേ ഇതേപോലെയൊക്കെ. അപ്പോൾ നല്ലൊരു ഡ്രോപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബാക്കിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ബാക്കിൽ വെച്ചിട്ട് നമ്മൾ കോളർ വെക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് അടിച്ച് പോവും. ഇതുപോലെ കണ്ട, അടിപൊളി ഡ്രോപ്പല്ലേ.
ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ബാക്ക് നെക്കാണ് പിടിപ്പിക്കുന്നത്. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് കടയിലെ മെഷീനാട്ടോ. ഞാൻ അന്നൊക്കെ ഉണ്ടല്ലോ കടയിലിട്ടും വീഡിയോ എടുക്കാറുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമൊക്കെ. ആ സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ മറ്റേ സാധാരണ മെഷീനില്ലേ, അതായത് അംബ്രല മെഷീൻ, അതായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മെഷീൻ ഉണ്ടായിരുന്നില്ല, അതായത് ജാക്കിൻ്റെ മെഷീൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജാക്കിൻ്റെ മെഷീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ? നമുക്ക് ബോറടി ഇല്ലാണ്ട് തയ്ക്കാൻ പറ്റും. ഒട്ടും ബോറടിക്കൂല കേട്ടോ. ബാക്ക് മെഷീനിൽ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് ഇങ്ങനെ തയ്ച്ച്, അത് തയ്ക്കണവർക്ക് അറിയാം അതിനെക്കുറിച്ച്, ഞാൻ പറയേണ്ട കാര്യമില്ല. ഉപയോഗിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ഗുണം. നൂല് പൊട്ടില്ല, കെട്ട് പിടിക്കില്ല, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മറ്റേ മെഷീനൊക്കെ ആകുമ്പോൾ ഇടക്കിടക്ക് നൂല് പിടിക്കുക, ദേഷ്യം വരും, ഇട്ടിട്ട് പോകാൻ തോന്നും. അപ്പോൾ അതാ ഈ കഴുത്ത് നമുക്കിതിലേക്ക് വെക്കണേ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാൻ നമ്പർ കണ്ടല്ലോ, നമ്മൾ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ച് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതാ കോളറല്ല, കഴുത്ത് നമ്മൾ ബാക്ക് സൈഡിൽ കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നടുവിലൂടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണുണ്ട്. ഇനി ആ ഡ്രോപ്പ് മാത്രമാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്, മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ കോളർ വെക്കാനുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ ഡ്രോപ്പ് മാത്രം ഇതുപോലെ കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഡ്രോപ്പ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. പതുക്കെ സ്റ്റിച്ച് ചെയ്യണം, കുത്തി തിരിക്കരുത് കേട്ടോ. പതുക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ കുത്തി ഇങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു ഒടിവ് പോലെ വരും. ഇത് നമ്മൾ കുത്തി തിരിക്കാതെ പതുക്കെ വളരെ പതുക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ അറ്റം വരെ എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാറുണ്ടോ? സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ മോഡലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇനിയാണോ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. കുറേ ടിപ്പുകളൊക്കെ കിട്ടാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ആദ്യം ആ കഴുത്തിൻ്റെ പോർഷൻ ഇങ്ങനെ ആ ഒരു ക്യാൻവാസിൻ്റെ ഒപ്പത്തിന് അങ്ങനെ കട്ട് ചെയ്ത്, അത് നമ്മുടെ കഴുത്തിൻ്റെ വീതി തന്നെ കറക്റ്റാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് ഇനി നമ്മുടെ കോളർ പിടിപ്പിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. ഇനി ഇതാ ഇവിടെ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലുള്ള പഴയ വീഡിയോകൾ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് ഇടാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ സമയമില്ലാത്തപ്പോഴാണ് ഞാൻ അയ്യോ ഒന്നും എടുത്തില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വരുന്നത്. പഴയതാരും കാണാതൊക്കെ കിടക്കണത്, ഏതോ 400 സംതിങ് ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് പൊക്കിയെടുത്തത്. എന്നാൽ അത്യാവശ്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതാ നോക്കിയാൽ നമ്മൾ ആ ഹോള് നല്ല ഭംഗിയിൽ നല്ല ഒന്ന് പതിച്ചൊക്കെ എടുക്കണുണ്ട്. കണ്ടോ, നീറ്റായിട്ട് വന്നിട്ടില്ലേ? ഇത് ചുരിദാറിനോ സാരി ബ്ലൗസിനോ ഒക്കെ വേണമെങ്കിൽ ഈ മോഡലൊക്കെ ചെയ്യാം കേട്ടോ. ബാക്ക് നെക്ക് എപ്പോഴും നിങ്ങൾ തയ്ക്കുമ്പോഴുണ്ടല്ലോ, ബ്ലൗസിനൊക്കെ തയ്ക്കുമ്പോൾ ക്യാൻവാസ് വെച്ചിട്ട് തയ്ച്ച് നോക്കൂ, നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ക്യാൻവാസ് വെച്ച് എപ്പോഴും ബാക്ക് നെക്ക് ഡിസൈൻ ചെയ്തൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെയൊക്കെയുള്ള ഡിസൈൻ ആണെങ്കിലും കുറച്ചൊന്ന് റൗണ്ട് നെക്ക് ആണെങ്കിൽ പോലും നിങ്ങൾ ക്യാൻവാസ് വെച്ച് അടിച്ച് നോക്കൂ, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡിലൂടെയൊക്കെ ഒന്ന് അടിച്ചിങ്ങനെ എടുക്കുകയാണ്. നമുക്കിവിടെ കോളർ വെക്കാനുള്ളതാണല്ലോ, അത് നേരെ ഇരുന്നില്ലെങ്കിൽ വെക്കുമ്പോൾ കോളർ ഏതിലേയും കൂടെയൊക്കെ പോവും. ഇനി ഇതുപോലെ ഉള്ള മെറ്റീരിയലാണ്, കുറച്ച് സ്റ്റിഫായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഐഡിയ ഇഷ്ടമായോ? ഇനി അടുത്തത് നമുക്ക് ബാക്ക് കട്ട് ചെയ്യണം. സിബ് വെക്കാനാണെങ്കിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ ഹുക്കാണെങ്കിൽ അത് ഫുള്ളായിട്ട് അങ്ങ് കട്ട് ചെയ്യണം കേട്ടോ. ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ ഹുക്ക് വെച്ച് കൊടുത്താൽ മതി, പടിയൊക്കെ വെച്ചിട്ട് ഹുക്ക് വെച്ച് കൊടുത്താൽ മതി. ചെറിയ കുട്ടികളാകുമ്പോൾ ശരിക്കും സിബ് വെക്കണതിനേക്കാളും നല്ലത് ഹുക്ക് വെക്കണതായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇടാൻ എളുപ്പമുണ്ടാവും. തല കയറാത്ത ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിത് സിബാണ് വെച്ചത്, തല കയറാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹോളും കൂടെ വന്നതുകൊണ്ട് കുറച്ചൊന്ന് വലുതായി കിട്ടുമല്ലോ. അഥവാ അങ്ങനെ വല്ല ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ ഇവിടെ ഹുക്ക് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഹോളടക്കം അങ്ങ് കട്ട് ചെയ്തിട്ട് ഹുക്ക് വെക്കണം. അതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയായിട്ട് വരണത് ഇതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫിനിഷിങ് കിട്ടില്ലല്ലോ. അപ്പോൾ അത് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇവിടെ സിബ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടി പീസ് കൊടുത്തിട്ടുണ്ട്. ഇതാ അടി പീസ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സിബ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. അടി പീസ് ഇങ്ങനെ അടിയിലാണ് കേട്ടോ വെക്കണത്, നല്ല വശത്തല്ല, അടിയിൽ വെച്ചിട്ട് ഇൻവിസിബിൾ സിബിന് എങ്ങനെ അടി പീസ് വെക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അത് വെക്കണ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്.
പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയും ഓരോ വീഡിയോ ഇട്ട് തരാറുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ക്രോപ്പ് ടോപ്പിലും സിബ് വെക്കണം ഇങ്ങനെ തന്നെയാണ്. ക്രോപ്പ് ടോപ്പിലും സാരി ബ്ലൗസിലും ഒക്കെ സിബ് വെക്കണം ഇങ്ങനെയാണ്. സാരി ബ്ലൗസ് ചെയ്യുമ്പോണ്ടല്ലോ കഴുത്ത് നല്ലോണം ഇറങ്ങിയതാണെങ്കിൽ നിങ്ങൾ സിബ് വെക്കരുത് കേട്ടോ. ബാക്ക് ഓപ്പൺ ആയിട്ട് തന്നെ കൊടുക്കണം, ഹുക്കായിട്ട് തന്നെ കൊടുക്കണം. കഴുത്തിറങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഈ സിബ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴുത്ത് കയറിയിരിക്കുന്ന കഴുത്തിനാണെങ്കിൽ സിബ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ഇടാം. അപ്പോൾ ഞാൻ ആ സിബൊക്കെ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണിക്കാതിരുന്നത് ഞാൻ എപ്പോഴും സിബ് വെച്ച് കാണിക്കണോണ്ടാണ് കേട്ടോ. അപ്പോൾ ആ സിബ് കറക്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടണം. ഷോൾഡർ കൂട്ടിയതിന് ശേഷം കോളർ അളന്നിട്ട് അതിലേക്ക് കോളർ അറ്റാച്ച് ചെയ്യണം. ഷോൾഡർ ജോയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കോളർ അളക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ അത് നമ്മൾ എത്ര ഇഞ്ച് ഉണ്ടെന്ന് അളന്ന് നോക്കണം. അതായത് ഇങ്ങനെ പിടിച്ചിട്ട് നല്ല കറക്റ്റായിട്ട് നമുക്ക് അളന്നെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് എത്ര ഇഞ്ച് വലിപ്പം ഉണ്ടെന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഈ കോളർ തയ്ക്കണ കണ്ട അതിങ്ങനെ മെഷീനിലല്ല ടേപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് എത്ര ഇഞ്ച് വന്നിട്ടുണ്ടെന്ന് നോക്കാം. 6 ഇഞ്ചോ 6 ഇഞ്ചോ 7 ഇഞ്ചോ എത്രയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അത് ആ ഉടുപ്പിൽ എത്ര വന്നതെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ റോളായിട്ട് നമുക്ക് ഈ കോളർ സ്പ്രേ വാങ്ങിക്കാൻ കിട്ടും. അതിലിങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മുറിച്ച് വാങ്ങിക്കൂലേ വലിയ വീതിയുള്ള കോളർ സ്പ്രേ തന്നെ വേണം കേട്ടോ. നമ്മുടെ നൈസ് സ്പ്രേ പറ്റില്ലേ, അതായത് പേപ്പർ സ്പ്രേ പറ്റില്ല, നൈസ് സ്പ്രേ എന്നാണ് ഇതിനെ പറയണത് കേട്ടോ. നൈസ് സ്പ്രേ പറ്റും, പേപ്പർ സ്പ്രേ പറ്റില്ല കേട്ടോ. കോളറിന് വെക്കാനായിട്ട് കട്ടിയിട്ടില്ല. ഇനി നമുക്ക് കോളർ ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് നോക്കിക്കോട്ടോ. കുറച്ചൊന്ന് അതായത് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ മോൾ ഭാഗത്താണ് റൗണ്ട് വരണമെങ്കിൽ മടക്ക് ഭാഗത്ത് താഴ്ഭാഗത്തായിരിക്കും റൗണ്ട് വരുന്നത്. ഇവിടെ താഴ്ഭാഗത്താണ് വരുന്നത്, അങ്ങോട്ടേക്ക് മുകളിലേക്കാണ് പോണത്. കണ്ടോ ഞാൻ പറയണത് മനസ്സിലാവണ്ടോ? കോളർ മനസ്സിലാക്കിയെടുക്കാൻ ഒരു ഇച്ചിരി എന്നിട്ട് ഇവിടെ താഴേന്ന് വെട്ടിക്കളയണം. അപ്പുറത്തെ സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് വെട്ടിക്കളയുമ്പോൾ ഓപ്പൺ സൈഡിൽ താഴേന്ന് വെട്ടിക്കളയണം കേട്ടോ. അപ്പോൾ നോക്കുക വെട്ടുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവിടെ നമ്മളൊന്ന് ഇങ്ങനെ നേരെ തന്നെയാണ് വെട്ടി പോണത്. ഇവിടെ ഒരു തരി പോലെ ഇങ്ങനെ പോകണുള്ളൂ. ഇനി ഇങ്ങനെ കണ്ട താഴ്ന്ന് വരണുണ്ട്, 1/4 ഇഞ്ച് താഴ്ന്ന് വരണുണ്ട്. ഇവിടെ നമ്മൾ അതേപോലെ തന്നെ നേരിയതായിട്ട് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ 1/4 ഇഞ്ച് മുകളിലേക്ക് വരണുണ്ട്. കണ്ടോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അത് വെക്കണ പൊസിഷനൊക്കെ തെറ്റിപ്പോകാണ്ടിരുന്നാൽ മതി. നമുക്കിങ്ങനെ സുഖമായിട്ട് കോളർ വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ വളവൊക്കെ തിരിവൊന്നും ഇല്ലാതെ ഇതേപോലെ കോളർ വെട്ടിയെടുക്കാം. ഇനി തുണിയിൽ ഒട്ടിച്ചെടുക്കാം. ക്യാൻവാസ് മറ്റേ തുണിയിൽ ഒട്ടിക്കുക പശയുള്ള ഭാഗം. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ എവിടെയാണ്, ബാക്ക് പോർഷൻ എവിടെയാണ്, അടിവശം എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഈ തുണിയിൽ നമുക്ക് വെച്ചിട്ട് ഇതിനെ ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തേക്കണം കേട്ടോ തുണി. ഇനി ഇതാ നോക്കി നമ്മൾ ഓപ്പൺ സൈഡാണ് ആദ്യം അടിക്കണത്. കണ്ടോ 2 പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഒട്ടിച്ച പീസും ഒരെണ്ണം പ്ലെയിൻ പീസും വെച്ചിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ അതിൻ്റെ നല്ല വശം ചേർത്ത് വെക്കണം. ഈ തുണിക്ക് കുഴപ്പമില്ല, 2 വശവും നല്ല വശം തന്നെയാണ്. നിങ്ങൾ വെക്കണതിൽ നല്ല വശം ചീത്ത വശം ഉണ്ടെങ്കിൽ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ. കണ്ടത് ഇതുപോലെ അടിച്ചെടുക്കണം. ഇനി ഇതിനെ മറിച്ചെടുക്കണം. കേട്ടോ ഇനി നമ്മുടെ തുണിയിലേക്ക് നമ്മുടെ കോളർ അറ്റാച്ച് ചെയ്യണം. കുറേ പോരായ്മകൾ നമ്മുടെ ചാനൽ വീഡിയോയിൽ വന്നിട്ടുണ്ടല്ലേ. ഞാൻ എണീറ്റ് പോണ സീനൊക്കെ ഇതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ട്. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ക്യാമറ ഹാൻഡിൽ ചെയ്യാനൊക്കെ പഠിച്ചല്ലേ. ഇതിപ്പോൾ മോനാണ് കേട്ടോ വീഡിയോ എടുക്കണത്. എന്നൊക്കെ അങ്ങനെയായിരുന്നു. വെട്ടാനും തയ്ക്കാനൊക്കെ നിൽക്കുമ്പോൾ പിള്ളേർ കടയിൽ വരും. എന്നിട്ട് അവിടെ നിന്നാണ് വീഡിയോ എടുക്കണം കേട്ടോ. അതേ സൈഡൊക്കെ ഒന്ന് പതിച്ചടിക്കുകയാണ് കേട്ടോ. കോളറിൻ്റെ സൈഡൊക്കെ പതിച്ചടിക്കണം കേട്ടോ. നല്ലോണം ഭംഗി ഉണ്ടാവുള്ളൂ. ഭംഗി തന്നെയല്ല, ഇതുണ്ടല്ലോ നമ്മൾ ഇത് വാഷ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ചുളുങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അടിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ചുളുങ്ങിയൊന്നും പോകില്ല കേട്ടോ. ഇനി ഇതിനെ 2ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ മിഡിൽ ഭാഗത്ത് ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കണം. ക്യാൻവാസ് ഒട്ടിച്ച പീസിലാണ് കേട്ടോ നമ്മൾ ആ നോട്ട്സ് ഇട്ടത്. ആ നോട്ട്സ് ഫ്രണ്ട് പോർഷൻ്റെതായത് ഈ നമ്മുടെ കോളർ വെക്കേണ്ട വശമുണ്ടല്ലോ അതിൻ്റെ ഫ്രണ്ട് പോർഷനിലും ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് വരാനാണ് കേട്ടോ, സെൻറ്ററായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനിങ്ങനെ വിടർത്തിയിട്ടതിന് ശേഷം എന്താ ഇപ്പോൾ ഈ ഡ്രസ്സ് തയ്ച്ചു കൊടുത്ത കുട്ടിയൊക്കെ വലുതായിട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് 4 വർഷം മുമ്പുള്ള വീഡിയോ ആണ്. 4 വർഷമായിന്ന് തോന്നുന്നു. ആ കുട്ടീനെ ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ കുട്ടിയായി. ഞാൻ അതിന്
ഒരു 3 വയസ്സുള്ളപ്പോൾ തയ്ച്ചതാണ്. ഇപ്പോൾ അതിൻ്റെ താഴെ അത്രയുള്ളൊരു കുട്ടിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കടയിൽ വന്നിട്ടുണ്ടായിരുന്നു, അതാണ് എനിക്ക് ഓർമ്മ വന്നിട്ട്. ഇപ്പോൾ ഇത് തയ്ച്ചുകൊണ്ടിരുന്നപ്പോഴേ ആ കുട്ടിയൊക്കെ വലിയ കുട്ടിയായി. അപ്പോൾ ഇങ്ങനെയൊക്കെ തയ്ച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ക്യാൻവാസ് വെച്ച പീസ് നമ്മുടെ ഈ തുണിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ക്യാൻവാസിൽ അടിപ്പ് കൊള്ളരുത് കേട്ടോ. ക്യാൻവാസിൽ അടിപ്പ് കൊള്ളാതെ ഇങ്ങനെ അടിച്ചെടുക്കാം. ഇപ്പോൾ ക്യാമറ മുകളിൽ നിന്നായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതിൽ പിള്ളേർ സൈഡിൽ നിന്നാണല്ലോ എടുക്കണത്, അതുകൊണ്ടാണ് ആ സൂചിയുടെ ഭാഗം കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത് കേട്ടോ. അതിൽ അതങ്ങനെ വെച്ചിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി. കോളർ വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അറിയില്ലെങ്കിൽ ഞാൻ കോളർ മാത്രമായിട്ടൊക്കെ വീഡിയോ ചെയ്യാം കേട്ടോ. കുറേ ടിപ്പുകളും ട്രിക്കുകളൊക്കെ ചെയ്യാനുണ്ട്, ബാഗ് തയ്ക്കണ കാണിച്ചു തരാനുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതിനുള്ള ഐറ്റംസൊക്കെ ഒപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഇപ്പോൾ നമ്മൾ അടിച്ച പോലെ തന്നെ അറ്റം വരെ അടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പൊതിഞ്ഞ് വെച്ച് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കോളർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി സൈഡ് അടിക്കണം. പിന്നെ അതുപോലെ തന്നെ സ്ലീവ് വെച്ച് കൊടുക്കണം. സ്ലീവ് ഇല്ലാതെയാണ് തയ്ക്കണമെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഫേസിങ് വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട്. ഇതിപ്പോൾ സ്ലീവ് വെക്കണുണ്ട്. ഞാൻ ആദ്യം കാണിച്ചെന്നില്ല, ഒരു ഫ്ലവർ സ്ലീവ് വെക്കണുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതിങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. പഴയ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ ഇതൊക്കെ കണ്ടിട്ട്? കുറേ വീഡിയോസ് കിടപ്പുണ്ട് ഇതുപോലെ, അധികം ആൾക്കാരുടെ കണ്ണിൽ പെടാണ്ട് കുറച്ച് വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ അതായത് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. അതിനുശേഷം അപ്പുറത്തെ സൈഡും അടിച്ചതിന് ശേഷം അടിഭാഗം മടക്കി അടിക്കുക, അല്ലെങ്കിൽ സ്ലിക്റ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ സ്ലിക്റ്റ് അടിക്കാം. ഇതുണ്ടല്ലോ, ശരിക്കും നമ്മൾ ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ചെയ്യുമ്പോൾ അടിവശം തയ്ച്ചതിന് ശേഷം സൈഡ് കൂട്ടണമായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ സ്ലിക്റ്റ് അടിക്കണമെങ്കിൽ അടിക്കാം. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ കുറച്ച് വണ്ണം കൂട്ടണം എന്നുണ്ടെങ്കിൽ സൈഡ് അടിച്ചതിന് ശേഷം അടി മടക്കി തയ്ച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അടിവശമൊക്കെ അഴിക്കേണ്ടി വരും, വണ്ണം കൂട്ടിയെടുക്കണമെങ്കിലൊക്കെ. അതേസമയം നമ്മൾ ഇതുപോലെ ഇങ്ങനെ അടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ണം കൂട്ടാൻ നേരെ അടിവശം അഴിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം നമ്മൾ അടിവശം അടിക്കാൻ പോവുകയാണ്. അപ്പോൾ സിബിൻ്റെ വാലൊക്കെ കിടക്കണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു, നീറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ സൈഡ് അടിക്കുന്നതിന് മുമ്പ് അടിവശം ഒന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് സൈഡ് കൂട്ടിയെടുക്കുക. സൈഡ് കൂട്ടുമ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ സൈഡ് കൂട്ടിയെടുക്കുക. അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് പീസ് ഇന്ന് നമുക്ക് കൈ വെട്ടിയെടുക്കണം. കുഞ്ഞു കൈയാണെങ്കിൽ നല്ല സുഖമായിട്ട് വെട്ടാം. ഇതും കുഞ്ഞു തന്നെയാണ്, പക്ഷെ അമ്പറിലായതുകൊണ്ട് കുറച്ച് തുണി വേണം. രണ്ടാക്കി മടക്കിയതിന് ശേഷം ക്രോസായിട്ട് മടക്കിയെടുത്തതാണ്. ഇനി നമുക്ക് എത്രയാണ് കൈ വേണ്ടതെന്നുള്ള കാര്യം അളവൊക്കെ നോക്കിയിട്ട് ക്രോസ് ചെയ്തിങ്ങനെ വെട്ടിയെടുക്കണം കേട്ടോ. അമ്പർല സ്കേർട്ട് വെട്ടില്ലേ, അതേപോലെ തന്നെ അളന്ന് വെട്ടിയെടുക്കണം. ചെറുത് ഒരെണ്ണം വേണം, ഒരു ഇച്ചിരി വലുത് ഒരെണ്ണം വേണം. ഒരു കൈക്ക് 2 ഇത് വരണം, എന്നാലാണ് ഫ്ലവർ പോലെ നിൽക്കുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 3 എണ്ണം വെട്ടിയെടുക്കാമെങ്കിൽ 3 എണ്ണം വെട്ടിയെടുക്കുക. എന്നിട്ട് 3നും 3 അളവായിരിക്കണം. അതായത് കൈ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഒരേ അളവ്, പക്ഷേ ഇറക്കം ഉണ്ടല്ലോ കൈൻ്റെ ലെങ്ത്ത് എടുക്കണത്, അത് ഓരോ ഇഞ്ച് കുറവായിട്ട് വരണം കേട്ടോ. അതായത് 3 ഇഞ്ചിൻ്റെ കൈ അല്ല, ഒരു 3 ഇഞ്ചിൻ്റെയോ 4 ഇഞ്ചിൻ്റെയോ കൈയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം 4 ഇഞ്ചിൻ്റെ വരണം, അടുത്തത് 3 ഇഞ്ചിൻ്റെ വരണം, അടുത്തത് 2 ഇഞ്ചിൻ്റെ വരണം. എന്നിട്ട് ഏറ്റവും അടിയിൽ ഏറ്റവും വലുത് വെക്കുക. അതിന് ശേഷം ഞാനിപ്പോൾ 2 എണ്ണം വെച്ച് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളതുപോലെ ക്രോസായിട്ട് വെട്ടിയിട്ടിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇത് നമ്മൾ ചെറുതാക്കും. ഒരളവിലെടുത്തിട്ട് അതിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് ഇപ്പോൾ 2 എണ്ണം 2 കൈക്കും വേണ്ടി വെട്ടിയെടുത്തിട്ട് അതിൽ നിന്ന് ഒരെണ്ണത്തിനുള്ള സ്ലീവ് നമ്മൾ ഞാൻ എന്താ പറഞ്ഞു തന്നാൽ ഒരു പീസ് നമ്മൾ ചെറുതാക്കും. മനസ്സിലായി? അത് മനസ്സിലായി. ആ ചെറുത് മുകളിൽ വെക്കും. ഇതിപ്പോൾ റൗണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ 2 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അംബ്രല സ്കേർട്ട് വെട്ടണ പോലെ തന്നെ കേട്ടോ. അരിക്ക് നമ്മൾ 6 ആക്കി ചെയ്താണ് കേട്ടോ എടുക്കണത്. 6 ആക്കി ചെയ്ത് റോൾ ഫുട്ട് വെച്ചിട്ട് അടിച്ചോ എങ്ങനെ വേണേലും ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ റോൾ ഫുട്ട് 6 ആക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഷോപ്പിൽ 6 ആക്ക് മെഷീൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാനതൊക്കെ കൊടുത്തു. ഇത് കണ്ട, അടിയിൽ ഇത്തിരി നീളമുള്ളതും മുകളിൽ കുറച്ച് നീളം കുറഞ്ഞതും വെച്ചു. ഇനി ഇത് സാധാരണ കൈ അടിക്കണ പോലെ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് കക്ഷത്തിൻ്റെ ഭാഗത്ത് അടിച്ചിട്ട് നമുക്കിതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ് പരിപാടി, പക്ഷെ കട്ടിങ് കറക്റ്റ് ആവണം. നമ്മൾ അംബ്രല സ്കേർട്ട് വെട്ടില്ലേ, അതേപോലെ തന്നെ വെട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണേന്നൊക്കെ നോക്കാം. സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഈ ടോപ്പ് കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയായിട്ടോ അത് കാണാനായിട്ട്. ആ കൈ അങ്ങനെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്ക് നല്ല ഫ്ലവറായിട്ട് ചെയ്യാം. ഇതിപ്പോൾ 2 ഇതിലുള്ള ഫ്ലവറാണ്.
നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഇതളുള്ളതോ 4 ഇതളുള്ളതോ ഒക്കെ ചെയ്തെടുക്കാം. തുണി ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൈക്കുഴി വരണ ഭാഗത്തേക്ക് നമുക്കൊരു ഇത്തിരി ഇങ്ങനെ ചരിച്ച് കൊടുക്കണം. കണ്ടോ, കുറച്ചൊന്നൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ആം ഹോൾ ഉണ്ടല്ലോ, അപ്പം മുകളിൽ വരുന്ന പീസ് ഏതാണ്, താഴത്ത് വരട്ട പീസ് ഏതാണെന്നൊക്കെ ഒന്ന് മാർക്ക് ചെയ്തേക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തന്നെ മറന്നു പോകും. ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം കൈ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, സൈഡൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് കൈ റൗണ്ടിൽ കൂട്ടിയെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ സൈഡ് കൂട്ടുന്നതിന് മുമ്പ് നേരെ വെച്ചടിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ റൗണ്ടിൽ കൂട്ടിയെടുക്കണം തന്നെയാണ് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ അല്ലെങ്കിൽ എന്താ പറയുക, ആ കൈ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതും കൂടെ അടിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ കുട്ടിക്ക് ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ സ്കേർട്ട് തയ്ക്കണത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം. സ്കേർട്ട് തയ്ക്കണം വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം കൂടെ അത് പൊക്കി എടുത്തുകൊണ്ട് വരാം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. ഇപ്പോൾ സാരി ബ്ലൗസായിട്ടോ ക്രോപ്പ് ടോപ്പായിട്ടോ കുഞ്ഞുങ്ങളുടെ ഉടുപ്പായിട്ടോ ഒക്കെ ഇങ്ങനെയുള്ള സ്ലീവ് വെച്ച ഡ്രസ്സുകൾ തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ആരും ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന നമ്പർ കമൻറ്റ് ബോക്സിലും ഉണ്ടാവും. താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ചർച്ച നടക്കുകയാണല്ലോ. ഒരു ഫാമിലീനെ പ്രവീൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ വീഡിയോ കാണാറുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കാണാറുണ്ടായിരുന്നോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കണ്ടു തുടങ്ങിയത് അവരുടെ ഡാൻസായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആ പിള്ളേർ. എനിക്കതുപോലെ 2 മക്കളുള്ളതാണല്ലോ. പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ അവർ വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. അങ്ങോട്ട് ചർച്ച, ഇങ്ങോട്ട് ചർച്ച, അങ്ങോട്ട് ചെളിവാരി തേച്ച്, ഇങ്ങോട്ട് ചെളിവാരി തേച്ച്, കരിവാരി തേച്ച് ആകെ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ച്. അപ്പോൾ അതിൻ്റെ പുറകെയാണ് ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ അവരുടെ വീഡിയോ അവരുടെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോൻ്റെ ഇടയിലൊന്നും മുങ്ങിപ്പോകരുത്, നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടോ, ആ ചാനലൊക്കെ കാണാറുള്ളവരായിരുന്നോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാണെങ്കിൽ നമ്മൾ അടിപൊളി ഡ്രസ്സ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ തയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് തയ്ച്ച് നോക്കണം കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അടിപൊളി ടോപ്പാണ് ഇത്. ഇപ്പോൾ താഴെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇടുമ്പോഴുണ്ടല്ലോ തല കയറണം കേട്ടോ. ആ കോളറിൻ്റെ ഉള്ളിൽ കൂടെ തല കയറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അത് തല കയറണുണ്ടോയെന്ന് അതെ, പുറത്ത് ആ ഹോള് വെച്ചതുകൊണ്ട് തന്നെ തല കയറാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സ്കേർട്ട്. അത് കണ്ടിട്ടുണ്ടായിരുന്നോ? അപ്പോൾ സ്കേർട്ടും ടോപ്പ് അത് ചുരിദാറിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ ആ സ്കേർട്ട് തയ്ച്ചത്. സ്കേർട്ടും ടോപ്പും കൂടെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി അടുത്ത ദിവസം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.